10 വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 193 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് 2 കേസുകളിൽ മാത്രമെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2014-ലും 2020-ലും ഓരോ കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടതെന്നാണ് രാജ്യസഭയിൽ എ റഹീം ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി നൽകിയ മറുപടി. 2015 ഏപ്രിൽ മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കണക്കുകളാണ് മറുപടിയിലുള്ളത്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് 42 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ രണ്ടാം മോദി സർക്കാർ 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വർധന ഇരട്ടിയിലധികം. 2022-23 കാലത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, 32 കേസുകൾ. 2024-25 കാലത്ത് 13 കേസുകൾ രജിസ്റ്റർ ചെയ്തു. MLA-മാർ, MP-മാർ, മറ്റു രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്കെതിരായി മാത്രമുള്ള കേസുകളുടെ കണക്കുകളാണിത്. ഉദ്യോഗസ്ഥർക്കും മറ്റു പ്രമുഖർക്കുമെതിരെയായ കേസുകളുടെ എണ്ണം ഇതിൽ ഇടം പിടിച്ചിട്ടില്ല. ED വ്യാപകമായി കേസുകൾ എടുക്കുന്നുണ്ട്, എന്നാൽ കോടതിയിൽ തെളിയിക്കാനോ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ സാധിക്കുന്നില്ല. ED ഉപയോഗിച്ച് മോദി സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയും നേതാക്കളെ കൂറുമാറ്റുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നത് പുതിയ ആരോപണമല്ല. കള്ളപ്പണം തടയൽ നിയമത്തിൽ EDക്ക് കൂടുതൽ അധികാരം നൽകുന്ന വകുപ്പുകളാണ് ഇതിന് കാരണം. ഈ വകുപ്പുകൾ ജസ്റ്റിസ് MM ഖാൻവിൽക്കർ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഒരു വിവാദ വിധിയിലൂടെ ശരിവെച്ചിരുന്നെങ്കിലും വിധി പുനർപരിശോധിക്കാൻ പോവുകയാണ് സുപ്രീം കോടതി. ED ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണം ഡൽഹിയാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് ദുർബലമായൊരു കേസിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളെ ജയിലിലടച്ച് ഭരണം സ്തംഭിപ്പിച്ചാണ് ഡൽഹിയിലെ അധികാരം BJP പിടിച്ചെടുത്തത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് അധികാരം പിടിച്ചെടുക്കാൻ സമാനമായി BJP ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ മഹാരാഷ്ട്രയിൽ സർക്കാരിനെ വീഴ്ത്താനും നേതാക്കളെ വലിയ തോതിൽ കൂറുമാറ്റാനും കഴിഞ്ഞു. 10 സംസ്ഥാനങ്ങളിലെങ്കിലും BJP EDയെ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കുന്നുവെന്നാണ് ഡൽഹി നിയമസഭയിൽ സംസാരിക്കവേ കഴിഞ്ഞ വർഷം അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ തമിഴ്നാടാണ് ED ഭീഷണി നേരിടുന്ന പ്രധാന സംസ്ഥാനം. ഹിന്ദി അടിച്ചേൽപ്പിക്കാനും പുതിയ സെൻസസ് അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്താനുമുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ശക്തമായ നിലപാടെടുത്തപ്പോൾ സംസ്ഥാന മദ്യവിൽപ്പന ഏജൻസിയായ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ED അന്വേഷണത്തിലൂടെയാണ് കേന്ദ്ര സർക്കാർ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂര നിയമങ്ങളിലൊന്നാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം സംസ്ഥാനങ്ങളുടെ അനുമതിയില്ലാതെ തന്നെ കേന്ദ്രത്തിന് കേസെടുക്കാനും സംസ്ഥാനങ്ങളിൽ കടന്നുകയറി അന്വേഷണം നടത്താനും EDക്ക് അധികാരം നൽകുന്നു. EDയുടെ നിയന്ത്രണം കേന്ദ്രത്തിനാണ്. കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള വരുമാനം കള്ളപ്പണമായി വ്യാഖ്യാനിക്കാൻ ഈ നിയമത്തിലൂടെ സാധ്യമാണ്. ഇതിലൂടെ സംസ്ഥാനത്ത് നടക്കുന്ന ഏതു കുറ്റത്തിനും കള്ളപ്പണവുമായി ബന്ധപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിന്റെ പേരിൽ സംസ്ഥാനത്തേക്ക് കടന്നുകയറുകയുമാണ് കേന്ദ്രം ചെയ്യുന്നത്. കുറ്റകൃത്യം നടന്ന നിമിഷം ഒരു സംസ്ഥാനത്ത് പ്രവേശിച്ച് അന്വേഷിക്കുന്ന വിശദാംശങ്ങൾ കേന്ദ്രവുമായി പങ്കിടാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നതാണ് EDയുടെ പ്രവർത്തന രീതി. ഇതിനു പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് EDയും അറസ്റ്റ് തുടങ്ങുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു. കർശന നിയമവ്യവസ്ഥകൾ കാരണം പ്രതികൾക്ക് ജാമ്യം നേടുക അസാധ്യമാണ്. BJP അധികാരത്തിലിരിക്കുന്നതോ മറ്റ് പാർട്ടികളുമായി സഖ്യ സർക്കാരിൽ ഏർപ്പെട്ടിരിക്കുന്നതോ ആയ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയക്കാരനെതിരെ പോലും ED കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അന്വേഷിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ 14 പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഈ വിഷയത്തെ അഭിമുഖീകരിക്കുന്നതിൽ സുപ്രീം കോടതി പരാജയപ്പെട്ടു. രാഷ്ട്രീയ നേതാക്കൾ BJPയിലേക്ക് കൂറുമാറുന്നതോടെ അവർക്കെതിരായ കേസുകളും അപ്രത്യക്ഷമാകുന്നതായി ഈ ഹർജിയിൽ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്കൻ നിർമ്മാണ കമ്പനിയായ ലൂയിസ്ബർഗുമായി ബന്ധപ്പെട്ട ഗുവാഹത്തിയിലെ ജലവിതരണ അഴിമതി കേസ് ED അവഗണിച്ചത് കോൺഗ്രസുകാരനായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് കൂറുമാറിയതിനാലാണെന്ന് വ്യക്തമായിരുന്നു. സുവേന്ദു അധികാരിക്കും നാരായൺ റാണയ്ക്കുമെതിരായ കേസുകൾ അപ്രത്യക്ഷമായതായിരുന്നു അതിൽ ചിലത്. സമാനമായി BJP നേതാക്കൾക്കെതിരെ കർണാടക, ഗുജറാത്ത് അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ കേസുകളിലും ED കണ്ണടച്ചു. ഹേമന്ത് സോറൻ കേസിലും ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിനെതിരായ കേസിലും കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് EDക്ക് നേരിട്ടത്. നാഷണൽ ഹെറാൾഡ് കേസും കാർത്തി ചിദംബരത്തിനെതിരായ
ചൈനീസ് വിസ കേസും പി ചിദംബരം ഉൾപ്പെട്ട INX മീഡിയ കേസും ദുർബലമാണ്. സർക്കാർ പാർലമെന്റിൽ പറഞ്ഞ കണക്കുകൾ ED കേസുകൾ എത്രത്തോളം ബലരഹിതമാണെന്ന് വ്യക്തമാക്കുന്നു. സർക്കാർ പാർലമെന്റിൽ പറഞ്ഞ കണക്കുകൾ ED കേസുകൾ എത്രത്തോളം ബലരഹിതമാണെന്ന് വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സുപ്രധാനമായ ഒരു അന്വേഷണ ഏജൻസിയെയാണ് കേന്ദ്ര സർക്കാർ BJPയുടെ പോഷക സംഘടനയെ പോലെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എത്ര വലുതാണെന്ന് അധികാരികൾ ഓർക്കുന്നത് നന്ന്.